ഹായ് ഓൾ, എല്ലാവർക്കും റീഡോ ലൈഫിൻ്റെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. ഞാനിവിടെ ഇപ്പോൾ എൻ്റെ വീട്ടിലാണ് വന്നിരിക്കുന്നത്. ഇവിടെ നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ മഴയുടെ ശബ്ദമൊക്കെ ഉണ്ടാവും. ഞാനും മോളും കൂടെ ഇവിടെ വീട്ടിൽ വന്നിരിക്കുന്നതിൻ്റെ കാരണം എൻ്റെ വീട്ടിലൊരു കാവുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. ആ കാവിൽ പൂജ നടക്കുന്നുണ്ട്. എല്ലാ വർഷവും ഇവിടെ പൂജ നടക്കും. ആ പൂജയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മോളും ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ കാവിൻ്റെ പരിസരങ്ങളാണ്. പിന്നെ അതുപോലെ തന്നെ ഈ വീട്ടിൽ എങ്ങനെ കാവുണ്ടായി എന്നുള്ള കഥയുമാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് കേട്ടോ. ഇതാണ് ഞങ്ങളുടെ കാവ്. ഞാൻ പണ്ടത്തെ ഒരു വീഡിയോയിൽ കാവിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവരും പൂജയ്ക്ക് റെഡിയായിട്ട് വന്ന് നിൽപ്പുണ്ട്. സാൻവി ആദ്യമേ തന്നെ അമ്മയുടെ ഒക്കത്ത് കയറിയിട്ടുണ്ട്. തിരുമേനിമാർ വന്നിട്ടുണ്ട്, പിന്നെ ചെണ്ടക്കാർ വന്നിട്ടുണ്ട്, പിന്നെ പാട്ട് പാടുന്ന ഉള്ളൂർ സമുദായത്തിൽ പെട്ടുന്ന കുട്ടികൾ വന്നിട്ടുണ്ട്. ആദ്യം നേരത്തെയൊക്കെ ഇവിടെ പാടിക്കൊണ്ടിരുന്നത് ഇവരുടെ ചിറ്റപ്പനായിരുന്നു. അദ്ദേഹം മരിച്ചുപോയി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവരുടെ അച്ഛൻ വരാറുണ്ടായിരുന്നു. പക്ഷേ അച്ഛന് ചില സമയത്ത് അസൗകര്യം ഉള്ളപ്പോഴത്തേക്കും കുട്ടികളാണ് വരുന്നത്. അപ്പോൾ പുള്ളോന്മാരുടെ കഥ എന്താണെന്ന് വെച്ചാൽ രണ്ട് കഥകളുണ്ട്. ഒന്ന്, പരശുരാമൻ ഇവരെ നിയോഗിച്ചു എന്നാണ് പറയുന്നത്. കേരളം സൃഷ്ടിച്ചത് പരശുരാമനാണല്ലോ. അപ്പം കേരളം ഉണ്ടായ സമയത്ത് ഇവിടെ നിറയെ പാമ്പുകളുണ്ടായിരുന്നു. പാമ്പുകൾ കാരണം ആൾക്കാർക്ക് വഴി നടക്കാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ആയപ്പോഴത്തേക്കും പാമ്പുകളെ ആരാധിച്ച് പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് പരശുരാമൻ നിയോഗിച്ചതാണ് പുള്ളോന്മാരേതാണ് ഒരു കഥ. പിന്നെ വേറൊരു കഥ എന്ന് പറയുന്നത് ഭഗവാൻ പരമശിവൻ ദർഭപുല്ലിൽ നിന്ന് ഉണ്ടാക്കിയതാണ് പുള്ളോന്മാരെന്നാണ് പറയുന്നത്. എന്നിട്ട് മഹാവിഷ്ണു നാഗങ്ങളെ പ്രീതിപ്പെടുത്താനുള്ള വരം നൽകി ഇവരെ ഭൂമിയിലേക്ക് അയച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ കഥകൾ രണ്ടും നല്ല രസകരമായ കഥകളാണ്. പിന്നെ എൻ്റെ വീട്ടിലെ കാവിൻ്റെ കഥ പറയാനാണെങ്കിൽ പണ്ട് ഇവിടെ ഇത്ര മരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലെന്നാണ് അമ്മൂമ്മ പറയുന്നത്. ഈ വീട് പണിയാൻ വേണ്ടിയിട്ട് പോകുന്നതിന് മുമ്പ് അപ്പൂപ്പൻ ആരോ കണ്ട് ചോദിച്ചപ്പോഴത്തേക്കും പറഞ്ഞു, എന്താ വീട് പണിയുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും കാവിൽ ചിത്രകൂടമൊക്കെ വെച്ച് ആരാധനയൊക്കെ വേണം എന്ന് പറഞ്ഞു. ഈ കാവ് നിൽക്കുന്ന സ്ഥലത്ത് 2-3 ആഞ്ഞിലി ഉണ്ടായിരുന്നു. അപ്പോൾ ആഞ്ഞിലി വെട്ടട്ടെ എന്ന് ചോദിച്ചപ്പോഴത്തേക്കുമാണ് പറഞ്ഞത് പറ്റത്തില്ല, അത് നാഗങ്ങളെ ആരാധിക്കുന്ന സ്ഥലമാണ്, അവിടെ പറ്റത്തില്ല എന്ന് പറഞ്ഞത്. അങ്ങനെ അപ്പം ചിത്രകൂടമൊക്കെ പണിത് ഉണ്ടാക്കിയതാണ് കാവ്. ഇവിടെ എല്ലാ വർഷവും കൃത്യമായിട്ട് പൂജകൾ നടക്കാറുണ്ട്. പിന്നെ എല്ലാ ദിവസവും പണ്ട് അപ്പൂപ്പൻ വിളക്ക് വയ്ക്കുമായിരുന്നു. അതാ ഇവിടെ സാൻവി നല്ല ഒന്നാന്തരം കളി തുടങ്ങിയിട്ടുണ്ട്. അവൾ കുറച്ച് നേരമൊക്കെ അമ്മയുടെ ഒക്കത്തിരുന്നു. പിന്നെ അതേണ്ടത് ഇപ്പോൾ വെള്ളത്തിൽ നല്ല അടിപൊളി കളിയാണ്. സാൻവി ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട്. ഞാനും വിചാരിച്ചു സാരമില്ല, വെള്ളത്തിൽ കളിച്ചോട്ടെ എന്ന്. അവൾ കൊട്ട് കേട്ടിട്ട് കറക്റ്റ് അതിനനുസരിച്ചിട്ട് തുള്ളുന്നുണ്ട്. അപ്പം സാനുവിക്ക് ഇഷ്ടപ്പെട്ടു. സാനുവിക്ക് അല്ലെങ്കിൽ ഇവിടെ വരുന്നത് ഭയങ്കര ഇഷ്ടമാണ്. കാരണം കളിക്കാനൊക്കെ ഇഷ്ടംപോലെ സ്ഥലവും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് സാനുവിക്ക് ഭയങ്കര ഇഷ്ടമാണ് വരുന്നത്. ഇത് ഓൾമോസ്റ്റ് പൂജ കഴിയാറായി. പൂജ കഴിയുമ്പോഴാണ് ഈ പന്തം കൊളുത്തുന്നത്. പൂജ കഴിഞ്ഞ് തിരുമേനിമാർ പ്രസാദമൊക്കെ തന്ന് കഴിയുമ്പോഴത്തേക്കും വേറൊരു പാട്ടുണ്ട്. ആ പാട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നാഗരദോഷം മാറാനൊക്കെ വേണ്ടിയിട്ട് ഓരോരുത്തരുടെയും നാളും പേരും പറഞ്ഞിട്ട് പുള്ളോൻ പാട്ട് പാടും. അതാണ് ലാസ്റ്റുള്ള ആചാരം എന്ന് പറയുന്നത്. ഇതാണ് ഫുൾ കാവിൻ്റെ പരിസരവും കാര്യങ്ങളും. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.